സെവൻ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. ചാൻസ് ഇല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്. ചിലപ്പോൾ ഓഗസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാന്നുള്ളത്. കാരണം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഒരു 60ഓളം സ്റ്റാഫുകളെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റാൻ വേറൊരു കാരണമില്ല. മാറ്റാൻ അവരുടെ തെറ്റുകളുടെ കുറവുകളൊന്നും അല്ല മാറ്റാൻ കാരണം. അപ്പോൾ വേറൊരു കമ്പനി പകുതി ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കമ്പനിയിൽ ആൾക്കാരെ ആഡ് ചെയ്യേണ്ട അവസ്ഥ അവർക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് മാറ്റുന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ പറയണ പോലെ അവർ അത് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അവർക്ക് അറിയാമുണ്ടാവും പറയുന്ന ആൾക്കാരോട്, പക്ഷെ എനിക്കറിയില്ല. കാരണം എൻ്റെ കണ്ണിൽ അവരെല്ലാവരും നല്ലവരാണ്. അവർ എപ്പോഴും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറഞ്ഞ ആ സ്റ്റേജിൽ ഇതൊക്കെയുള്ള ഒരു അവസരം കിട്ടിയത്. പിന്നെ അവരെ തന്നെ നമ്മൾ കുറ്റം പറയണത് ഒരിക്കലും ശരിയല്ല. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻ മണ്ണിൽ 25 പേരെ സെലക്ട് ചെയ്തവർ ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ 25 പേരും വിന്നേഴ്സാണ്. അവരാരും ഏഷ്യാനെറ്റിനെ കുറ്റം പറയാൻ അവർ അർഹതയില്ല. കാരണം എന്തായാലും ലാലേട്ടൻ തന്നെ ഹോസ്റ്റ് ചെയ്യും. കാരണം ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ബിഗ് ബോസിന് എന്താണോ രസമുള്ളത്. കാരണം നമ്മളിപ്പോൾ എല്ലാ ബിഗ് ബോസും എടുത്താൽ പോലും, ഏത് സീസൺ ഏത് ചാനലിലെ ബിഗ് ബോസ് എടുത്താൽ പോലും, ഏത് ഭാഷയിലെ ബിഗ് ബോസ് എടുത്താൽ പോലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ആ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കണം പറ്റുന്ന ആ ഒരു മുഖം നമുക്ക് ലാലേട്ടൻ്റെ അല്ലാണ്ട് കാണാറില്ല. വഴക്ക് പറഞ്ഞാലും അതിനൊരു ഇതുണ്ട്. ഒരുപാട് വഴക്കായിട്ടാണ് ഞാൻ. അപ്പോൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, വഴക്കും പറഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മുടെ വളർച്ചനെ നല്ലതായിട്ട് ഞാൻ നോക്കാറ്. അത് നമുക്കൊരു മണ്ടൻഡാവി വന്നപ്പം ഞാൻ മറ്റുള്ളവരെ ചിരിച്ച് കാണിച്ചിട്ടും ലാലേട്ടൻ്റെ കയ്യിൽ മേടിച്ചിട്ടും ലാലേട്ടനോട് താങ്ക് യു ലാലേട്ടാന്ന് പറഞ്ഞത്. കാരണം എനിക്കറിയാം നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. ലൈഫിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വരുന്നു, മീൻസ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിന് നിങ്ങൾ ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ലോകത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കാത്തുസൂക്ഷിക്കുക. മാക്സിമം ഈ ലോകം വിട്ടു പോകാൻ നോക്കുക, മരിക്കാതെ നോക്കുക. മരിക്കാതിരുന്നാൽ ഈ ലോകത്ത് നമുക്ക് എന്തും ചെയ്യാം, എടുക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. പക്ഷെ മരണം മാത്രം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. എത്ര ആരോഗ്യം നോക്കിയാലും മരിക്കുന്ന സമയത്ത് മരിക്കും. പക്ഷെ അതിന് നമ്മൾ മാക്സിമം നമ്മുടെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കാം. അതെനിക്ക് അറിയില്ല, അതങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ല. ഇങ്ങനെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇങ്ങനെ പറയണമെന്നുള്ളൂ. എല്ലാവരും ഊഹിച്ച് പറയും. എന്തായാലും അതിനകത്തൊരു 100 പേര് പറയുന്നത് 10 പേര് എടുത്ത് വരും. അത് സ്വാഭാവികം, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര ബില്ലുണ്ട് കേട്ടോ. ചില ചാനലേഴ്സ് ഭയങ്കര ബില്ലുണ്ടാ. അവർ പറയുന്ന കാര്യങ്ങൾ പക്കയായിട്ട് നടക്കാറുണ്ട്. അത് ഇപ്പം എൻ്റെ കാര്യത്തിന് ഞാൻ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനത് ആരും പറയാതിരുന്ന സാധനമാണ്. പക്ഷെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയാണ്.